ശ്രീ വിജയകുമാർ, ഇപ്പോൾ അങ്ങേക്ക് ഇതിന്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാം. ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു എന്ന് കരുതി ഒരു ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്രയോ വ്യവസായികൾ അനുദിനം എന്നവണ്ണം ഇതിനൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നിയമപരമായി തന്നെ നമുക്ക് സമയം കിട്ടും. അതിപ്പോൾ എന്താണ് നടപടിക്രമങ്ങൾ, അത് പിഴയടയ്ക്കുക, അതിനുള്ള നമുക്കും ഇതിന് വിധേയനാകുന്ന ആൾക്കും നിയമപരമായി അതിൽ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ഇത്രയും സാമ്പത്തികമായി ഇത്ര സൗണ്ടായിട്ടുള്ള ആൾക്ക് അതിനുള്ള സാധ്യതകൾ ഒരുപാടാണ്. പക്ഷേ ഈ പെട്ടെന്നുണ്ടാകുന്നത് ഈ ഏജൻസിക്കെതിരായ ഒരു പരാമർശമാണ്. അപ്പോൾ നേരത്തെ ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ സൂചിപ്പിച്ച പോലെ പെട്ടെന്ന് അവർ പോയോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്രൈം സീനാണ്. അവിടെ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നിടം വരെ അവിടെ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അവ്യക്തതകൾ ഇതിലുണ്ട്. എങ്കിലും ഈ ഒരു നടപടിക്രമം ഇതിന് കാരണമായി എന്ന നിലയ്ക്കുള്ള ഒരു ആരോപണത്തെ അങ്ങ് എങ്ങനെ കാണും? തീർച്ചയായും പല ആരോപണങ്ങളും വസ്തുതാ വിരുദ്ധമാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ജഡ്ജി കമാൽ പാഷ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു വസ്തുതാപരമായൊരു പിശകുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നതിൽ ക്ഷമിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. എത്രയധികം ടാക്സ് ഇവേഷൻ ഉണ്ടെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഇൻകം ടാക്സിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഇന്നലെ എല്ലാ ന്യൂസ് ചാനലിലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, റോയിയെ അറസ്റ്റ് ചെയ്യുമെന്ന ഭയം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധിക്കില്ല. കാരണം ഇൻകം ടാക്സ് ആക്റ്റിൽ അറസ്റ്റിനുള്ള പ്രൊവിഷൻ ഇല്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ കസ്റ്റംസോ അല്ലെങ്കിൽ മറ്റ് ആക്റ്റുകളിലൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അധികാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാതിരുന്നത് തന്നെയാണ്. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തികളെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭയം അദ്ദേഹത്തിന് ആവശ്യമില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ ഇടയിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം 28,000 കോടി എന്ന് പല ഫോബ്സിലോ എല്ലാം വന്നിട്ടുള്ളതാണ്. അത്ര വലിയ ഒരു ടാക്സ് ഇവേഷനൊന്നും കണ്ടുപിടിച്ചു എന്ന് എനിക്കറിവില്ല. അങ്ങനെ ഒരു വലിയ ഒരു സംഖ്യ കണ്ടുപിടിച്ചോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രേഖയില്ല. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ റെയ്ഡ് ആരംഭിക്കുന്നത് ഡിസംബർ മാസം 3-ാം തീയതിയാണ്. അത് 8-ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്തു. അത് കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് യൂണിറ്റ്, എറണാകുളത്തെ ഇൻകം ടാക്സ് യൂണിറ്റാണ് ഈ റെയ്ഡ് നടത്തിയത്. അതിനെതിരെ അദ്ദേഹം കർണാടക ഹൈക്കോർട്ടിൽ റിട്ട് ഫയൽ ചെയ്തു, ജൂറിസ്ഡിക്ഷനെ ചോദ്യം ചെയ്തുകൊണ്ട്. അതായത് കേരളത്തിലുള്ള പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് കർണാടകയിലാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ട് ഫയൽ ചെയ്തു. പക്ഷെ അതിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ വാദഗതികൾ പ്രദാനം ചെയ്തു. അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഇൻകം ടാക്സ് അധികാരികൾക്ക്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് അവർക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സെർച്ച് ഓതറൈസ് ചെയ്യാം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട റവന്യൂ കേരളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇൻകം ടാക്സ് ഇപ്പോൾ ഇൻകം ടാക്സ് ഫേസ്ലെസ് അസസ്മെൻ്റ് ആണ്, എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാം. അതോടൊപ്പം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഒരു കോർപ്പറേറ്റ് ഓഫീസ് എറണാകുളത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ ഇൻകം ടാക്സ് അധികാരികൾ ഈ സെർച്ചിന് മുൻകൈ എടുത്തത്. ഇനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മാത്രമല്ല, അതോടൊപ്പം ഞാൻ പേര് പറയുന്നില്ല, 3-4 ഇതേപോലെ പ്രശസ്തമായ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും കൂടി റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുത അറിഞ്ഞപ്പോൾ ഈ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. അത് ഡിസിഷന് പോയില്ല, അവർ തന്നെ വിഡ്രോ ചെയ്തു. കാരണം ഡിപ്പാർട്ട്മെൻറ്റിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ഞാൻ സാങ്കേതികമായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡിസംബർ 3-ാം തീയതി തുടങ്ങിയ റെയ്ഡ് 8-ാം തീയതി വരെ ആ റെയ്ഡ് നടന്നു. പ്രധാനമായും ബാംഗ്ലൂരിലും കൊച്ചിയിലുമാണ് റെയ്ഡ് നടന്നത്. അതിനുശേഷം ആ സമയത്ത് അദ്ദേഹം വന്നിരുന്നില്ല, അദ്ദേഹം ദുബായിലായിരുന്നു. അദ്ദേഹത്തോട് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ നിർബന്ധം ചെലുത്തിയില്ല അദ്ദേഹത്തോട്. അത് കഴിഞ്ഞ് ചില സംഗതികളെ ഇൻകം ടാക്സ് ആക്ടിലെ 132(3) എന്ന നിയമപ്രകാരം പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്യാം. പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ബാങ്ക് ലോക്കറുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് വെച്ചിരിക്കുന്ന അലമാരകൾ, അതൊക്കെ ലോക്ക് ആൻഡ് കീയിലാണെങ്കിൽ തൽക്കാലം അത് തുറക്കാൻ നിവൃത്തിയില്ല, അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ വന്നിട്ട് വേണമെങ്കിൽ നമ്മൾ അത് തുറന്ന്
എടുത്തു കൊണ്ടുവരില്ല. അതിന് 132(3) ഓർഡർ പ്രകാരം അത് സീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രൊഹിബിറ്ററി ഓർഡർ ഇഷ്യൂ ചെയ്തു. അതാണ് ഡിസംബർ 8 ചെയ്തത്, ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത്. അതിന് 60 ദിവസത്തെ വാലിഡിറ്റിയാണുള്ളത്. 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യണം. അതായത് 60 ദിവസം കഴിഞ്ഞാൽ അതങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. മുൻപ് 60 ദിവസം കഴിഞ്ഞാലും ചെയ്യാമായിരുന്നു. പക്ഷേ മിസ്യൂസൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് 2002 ഇൻകം ടാക്സ് ആക്ടിൽ ഈ പ്രൊവിഷൻ മാറ്റി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ തന്നെ സൗകര്യം ചോദിച്ച് ഏതെങ്കിലും ഒരു ദിവസം വന്നാൽ ഈ പ്രൊഹിബിറ്ററി ഓർഡർ നമുക്ക് ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അനുസരിച്ച് ജനുവരി 28 ഇദ്ദേഹം ദുബായിൽ നിന്നും ബാംഗ്ലൂരിലെ ഓഫീസിലെത്തി. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ, എറണാകുളത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. അവിടെ റെയ്ഡ് എന്നുള്ള നിലയിലല്ല നടന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും പറയുന്നു റെയ്ഡ് നടക്കുക അല്ല ചെയ്തത്. അവിടെ പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് നടന്നത്. അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പല അലമാരകളിലും പല രേഖകളും ഉണ്ടാകും. ആ രേഖകളെ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഈ അസസിയുടെ, അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD-യുടെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെയും കൂടി സാന്നിധ്യത്തിൽ അത് എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. ഒരൊറ്റ പോലീസുകാർ പോലും ഈ പ്രിമൈസസിൽ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പോലീസുകാരൻ പോലും ഈ പ്രിമൈസസിൽ ഇത് നടക്കുമ്പോൾ ഇല്ല. 28 റോയ് അവിടെ വന്നിരുന്നു. ബാംഗ്ലൂരിൽ റോയ് പറഞ്ഞതനുസരിച്ച് റോയ് ബാംഗ്ലൂരിൽ വന്നു. ആദായനികുതി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വളരെ സൗഹാർദ്ദപൂർവ്വമായിട്ട് സംസാരിച്ചു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞ് 29 അദ്ദേഹം വീണ്ടും വന്നു. ആഫ്റ്റർനൂണിൽ വന്നു. റോയിയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. എറണാകുളത്തെ ഈ സെർച്ച് ഓർഗനൈസ് ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടറാണ്, പേര് ഞാൻ പറയുന്നില്ല, ഡെപ്യൂട്ടി ഡയറക്ടറാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത്. അതിനുശേഷം 30 വീണ്ടും കുറേയും കൂടി സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം. കാരണം ഡോക്യുമെൻറ്റ്സ് കൂടുതൽ കിട്ടുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാനാണ്. ആ ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ 30 കൂടി വരണം എന്ന് പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. പിറ്റേ ദിവസം 30 ഇദ്ദേഹം വന്നു. ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉദ്യോഗസ്ഥന്മാർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ PO ലിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്ത് നടക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇദ്ദേഹത്തിൻ്റെ മുറി ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്ന് പോയിട്ട് വരാം, ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് പോയിട്ട് വരാം. ഇനി കൂടെ ഒരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ അങ്ങനെ പോകുമ്പോൾ പിന്നെ കൂടെ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പോകും. ആരും പോയില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി. അദ്ദേഹം അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചു. എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ആരെയും കടത്തി വിടരുത് എന്ന് അദ്ദേഹം മുറിയിൽ ചെന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. പിന്നീടാണ് ഈ മരണം സംഭവിക്കുന്നത്. ഉണ്ടായിരിക്കുക IT വകുപ്പിന്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് കൃത്യമായ, അതെ, അവരുടെ ഭാഗത്തുനിന്ന് അവർ കൃത്യമായി ഇതെല്ലാം സൗഹാർദ്ദപരമായി തന്നെയാണ് മുന്നോട്ട് പോയത്. വേറെ ഇടപെടലോ സമ്മർദ്ദമോ ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലാരിഫിക്കേഷൻ കൂടി ഉണ്ട്. പറഞ്ഞു അല്ലല്ല, ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അത് അവര് ഈ വെടിവെച്ച കേട്ടു, സ്റ്റാഫ് തന്നെയാണ് കുത്തി തുറന്നത്. അത് കഴിഞ്ഞ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ താഴെയായിരുന്നു. അതിനുശേഷം അവരുടെ ആ സെർച്ച് പ്രൊസീഡിങ്സ് 132(3) ലിഫ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവർ പോയത്. പിന്നീട് റെയ്ഡ് എന്നുള്ള നിലയിൽ ഒരിക്കലും നടന്നിട്ടില്ല. അതിനുശേഷം ആ നേരത്തെ തന്നെ ഇവരുടെ പെർമിഷനോട് കൂടി എടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം പെട്ടിയിലാക്കി കൊണ്ടുപോയതാണ്. എന്റെ റെയ്ഡ് നടന്ന ഉടനെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ്